ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുജാത തന്റെ ആഗ്രഹം ജീവനോടും ജ്യോതിയോടും പറയുന്നു. നമുക്ക് തിരിച്ച് ആദ്യം വന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് സുജാത പറയുന്നത് കേട്ട് ജീവൻ ചോദിച്ചു, അമ്മേ, ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ? അവർ ഇത്രയേറെയൊക്കെ നമ്മളെ അപമാനിച്ചിട്ടും നമ്മൾ ഇനി അവിടേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ സുജാത പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ തീരുമാനം ഇതാണ് ജീവൻ, നിനക്ക് ഇതിനോട് എന്തെങ്കിലും എതിർ അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചതും ജീവൻ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്നത് പോലെ തൽക്കാലം പോകാമെന്ന് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നു. വണ്ടി നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എടുക്കാനായി പറഞ്ഞ് സുജാത ആ തീരുമാനത്തിലെത്തുമ്പോൾ ജീവൻ ആകെ ദേഷ്യത്തോടെ കാറിലിരുന്നു. ഈ സമയത്ത് പിന്നിലിരുന്ന സുബ്രഹ്മണ്യൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു അപ്പാവി പെണ്ണ് ഇവന്റെ തലയിലാകാൻ പോകുന്നല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വീണ ജീവൻ തന്നെ ഇൻസൾട്ട് ചെയ്തതിനെ കുറിച്ച് ദേഷ്യത്തോടെ രാമകൃഷ്ണനോട് സംസാരിച്ചു. രാമകൃഷ്ണൻ പറഞ്ഞു, അതിന് നിന്നോട് നേരത്തെ തന്നെ ഹരി പറഞ്ഞതായിരുന്നില്ലേ? ആ പയ്യന്റെ ചോദ്യത്തിന് എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? നമ്മള് എങ്ങനെയാണോ അങ്ങനെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലുക എന്നതായിരുന്നില്ലേ ഹരി നിന്നെ ഓർമ്മിപ്പിച്ചത്? നീ ഇപ്പോ സത്യത്തിൽ അവരോട് കളവ് പറഞ്ഞത് നിനക്ക് കിട്ടിയ മാർക്കിന്റെ കാര്യമല്ലെന്നില്ലേ? ആ പയ്യന്റെ മുന്നിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോ ശരിക്കും തകർന്നു പോയത് നിന്റെ മാത്രം മാനമല്ല, മറിച്ച് ഈ കുടുംബത്തിന്റെ മൊത്തം അഭിമാനമായിരുന്നു. നിനക്ക് സത്യമായി തന്നെ ആ പയ്യനോട് പറഞ്ഞിരുന്നെങ്കിലോ എന്ന് ചോദിച്ചതും ഉടനെ ദേഷ്യത്തോടെ വീണ ചോദിച്ചു, അവൻ ആരാ എന്റെ കാര്യങ്ങളിലൊക്കെ ഇതുപോലെ ചോദ്യം ചെയ്യാൻ? അത്രയും വലിയ കളക്ടറൊന്നും അല്ലല്ലോ അവൻ. അവന്റെ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തതും അച്ഛൻ അതിനൊക്കെ സമ്മതം നൽകിയതുമാണ് എല്ലാത്തിനും കാരണമായത്. അപ്പോഴേക്കും വീണ്ടും രാമകൃഷ്ണൻ പറഞ്ഞു, മോളെ, നിന്നോട് ഹരി രാവിലെ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ചോദിച്ചതും വീണ കലിയോടെ അവിടെ ഇരുന്ന ആ ഫ്ലവർ വേസ് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, എന്തു പറഞ്ഞാലും ഉണ്ടൊരു ഹരി ഹരി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ കൃത്യം ആ ഫ്ലവർ വേസ് ചെന്ന വീണ സ്ഥലത്തേക്ക് ഹരി വന്നു നിന്നു. ആ കാഴ്ച കണ്ട ഉടനെ വീണ പറഞ്ഞു, ആർക്കറിയാം, മനഃപൂർവ്വം അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണോ എന്ന്. ചിലപ്പോ ചിലരും അതും ചെയ്യും എന്ന് പറഞ്ഞ് കലിയോടെ വീണ ഹരിയെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ കാഴ്ച കണ്ട് ആകെ സങ്കടത്തോടെ രാമകൃഷ്ണൻ നിന്നു. വീണ വേഗം തന്നെ തന്റെ റൂമിൽ കയറി വാതിലടച്ചപ്പോ ഹരി എന്താ കാര്യം എന്നറിയുവാനായി അമ്മാവന്റെ അരികിലേക്ക് ചെന്നു. എന്തു പറ്റി അമ്മാവ എന്ന് ചോദിച്ചതും രാമകൃഷ്ണൻ പറഞ്ഞു, എടാ മോനെ, ഇന്ന് വന്ന ആ പയ്യന് അവളെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് മുത്തശ്ശി പറഞ്ഞു, എടാ, അവളുടെ ധിക്കാരം അത് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുവോ? അവൾ ഈ കാണിക്കുന്ന അഹങ്കാരവും ധിക്കാരവും ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ അനുവദിച്ചു കൊടുക്കുമെന്നാണോ? അതുകൊണ്ട് തന്നെ ആ പയ്യൻ ഇവളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പോയി, അതിന്റെ ദേഷ്യ എന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ, ആ പയ്യൻ ഒരു സംശയരോഗിയെ പോലെയാണ് പെരുമാറിയത്. പക്ഷെ ആ അമ്മ അവര് നല്ല ഐശ്വര്യമുള്ള സ്ത്രീയായിരുന്നു എന്ന് പറഞ്ഞത്. ഹരി പറഞ്ഞു, അമ്മാവ, അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവളുടെ ശത്രു എന്ന രീതിയിലാണ് അവളുടെ സംസാരം മുഴുവൻ എന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് പോകുന്നു. ആകെ വിഷമത്തോടെ രാമകൃഷ്ണൻ തന്റെ മകളുടെ പ്രവൃത്തികൾ കണ്ട് സങ്കടത്തോടെ നിന്നു. ഈ സമയത്ത് സദാനന്ദൻ മകൾക്ക് വേണ്ടി വന്ന വിവാഹാലോചനയെ എങ്ങനെയും മുടക്കുന്നതിന് വേണ്ടി നളിനി നെട്ടോട്ടം ഓടുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്തായാലും ഇനിയും ഈ നളിനിയുടെ ഈ സ്വഭാവം എങ്ങനെയാണ് ഒന്ന് അവസാനിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നിന്നപ്പോ നിത്യ പറഞ്ഞു, അച്ഛാ, ശരിക്കും ആ പാവം ആ അമ്മയൊക്കെ അപ്പച്ചി വല്ലാതെ മോശമായ രീതിയിലാണ് അവരോട് പെരുമാറിയത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത് കണ്ട് സദാനന്ദൻ പറഞ്ഞു, മോളെ, നീ ചെന്നൊന്ന് നോക്കിക്കേ ആരാ എന്ന്. ഉടനെ നിത്യ മുന്നിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെ കുറച്ചു മുമ്പ് വന്നിട്ട് പോയ സുജാതയും കുടുംബവുമാണ് വന്ന് നിൽക്കുന്നത് മനസ്സിലായി. ഉടനെ തന്നെ നിത്യ പുറത്തേക്ക് ഇറങ്ങി അച്ഛ എന്ന് വിളിച്ചു. വേഗം തന്നെ സദാനന്ദനം പുറത്തേക്ക് ഇറങ്ങി വന്നു. നിത്യ അരികിലേക്ക് വന്നതും സുജാത പറഞ്ഞു, മോളെ, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സദാനന്ദൻ വന്നിട്ട് ചോദിച്ചു, നളിനി വളരെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയല്ലേ? വേറെ അവൾ എന്തെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ സുജാത പറഞ്ഞു, ഏയ്, അവര് പറഞ്ഞൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. സത്യത്തിൽ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ത് കാരണത്താലാണെന്ന് ഇനി ഞങ്ങൾ പറയാം. എല്ലാം ഒരു നിയോഗമാണെന്ന് കരുതിയാൽ മാത്രം മതി. ഞങ്ങള് വിവാഹാലോചനയുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയല്ലോ. അവിടെ ചെന്നപ്പോ ആ പെൺകുട്ടിയെ ജീവന് ഇഷ്ടപ്പെട്ടുമില്ല. ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞതും സദാനന്ദൻ പറഞ്ഞു, എന്നാ അകത്തേക്ക് കയറി വാ, അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോ സദാനന്ദനോട് സുജാത പറഞ്ഞു, അത് വേണ്ട, ഞങ്ങളിപ്പോ വന്നത് മോളുടെ ഗൃഹനില ഒന്ന് വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സദാനന്ദൻ പറഞ്ഞു, എന്ത് എതിരഭിപ്രായം? എനിക്കും എന്റെ മോൾക്കും നിങ്ങളുടെ കുടുംബം വളരെയേറെ ഇഷ്ടമായി.
അതുകൊണ്ട് തന്നെ മോനെയും കുടുംബത്തെയും ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് എന്റെ മോളുടെ ഗ്രഹനില ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സദാനന്ദൻ അകത്തേക്ക് പോയി. ഈ സമയത്ത് ശരവണൻ ഓർത്തു, ദൈവമേ, ഈ പാവം അപ്പാവി പെണ്ണിന്റെ ഒരു അവസ്ഥയെ എന്ന് ആലോചിച്ച് വേഗം ശരവണൻ ജീവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, സാറേ, ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കോൾ അടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടെ ജീവൻ ശരവണന്റെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു. ആ ചവിട്ട് കിട്ടിയതോടെ ശരവണൻ വേഗം തന്നെ അവിടുന്ന് അല്പം മാറി നിന്നു. ഈ സമയത്ത് സദാനന്ദൻ ഗൃഹനിലയുമായി എത്തി. ഇതാ നമ്മളുടെ ഗൃഹനില എന്ന് പറഞ്ഞ് വേഗം സുജാതയുടെ കയ്യിലേക്ക് ഗൃഹനില കൊടുക്കാനും സുജാത അത് വാങ്ങിക്കാനായി വളരെ സന്തോഷത്തോടെ കൈ നീട്ടുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞു, വേണ്ട, അത് കൊടുക്കണ്ട. ഇത് കേട്ട ഉടനെ ആരായി ബഹളം വെച്ചുകൊണ്ട് വരുന്നെന്ന് നോക്കിയപ്പോ നളിനിയും മകൻ വിമലും കൂടി അവിടേക്ക് എത്തി. ഇത് കണ്ടതോടെ എന്താ നളിനി, നിനക്ക് പ്രശ്നം എന്ന് സദാനന്ദൻ അന്വേഷിച്ചു. അപ്പോഴേക്കും നളിനി പറഞ്ഞു, ഇത് കൊള്ളാലോ, ഈ അമ്മയും മക്കളും ഈ പരിസരത്ത് തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. ചില നായ്ക്കൂട്ടങ്ങളുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ആ വീടിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങാറുള്ളത് എന്ന് പറയുന്ന കേട്ട് നളിനിയുടെ ആ സംസാരം ഇഷ്ടപ്പെടാതെ ജീവൻ നളിനിയോട് കയർക്കാനും അതിന് മറുപടി പറയാനുമായി മുന്നോട്ടാഞ്ഞത് സുജാത പതുക്കെ ജീവനെ പിടിച്ചു നിർത്തി. അപ്പോഴേക്കും സദാനന്ദൻ പറഞ്ഞു, നളിനി, നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോളുടെ വിവാഹക്കാരിയാണ്. അതിന് ഞാൻ ഇവിടെയുണ്ട്. എനിക്കറിയാം ഇത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന്. അത് ഞാൻ അതിൻ്റെതായ രീതിയിൽ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്റെ കയ്യിലിരുന്ന ആ ഗ്രഹനില വളരെ സന്തോഷത്തോടെ സുജാതയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സുജാത അത് വാങ്ങിക്കുമ്പോഴേക്കും ഉടനെ തന്നെ സുജാത ആ ഗ്രഹനില വാങ്ങിച്ചതിന് ശേഷം വളരെ സന്തോഷത്തോടെ ഞാൻ ഉടനെ തന്നെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു. പൊരുത്തം നോക്കിയിട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് ഉടനെ സുജാത പോകാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാം നോക്കിയതിനു ശേഷം വിവരം അറിയിച്ചാൽ മതിയെന്ന് സദാനന്ദനും മറുപടി നൽകി. ഉടനെ സുജാത വേഗം വന്ന് കുട്ടിയോട് സംസാരിച്ചു, നിത്യ മോളെ, ഞങ്ങള് തൽക്കാലം പോവുകയാണ്, വേഗം തന്നെ അമ്മ വരാട്ടോ എന്ന് പറഞ്ഞ് സുജാത നിത്യയോട് സംസാരിച്ചിട്ട് വേഗം കാറിനരികിലേക്ക് ചെന്നതും പിന്തിരിഞ്ഞ് ഒന്നുകൂടി നളിനിയെ സുജാത നോക്കി. നളിനിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ ജീവനും കലിയോടെ ഒന്ന് നളിനിയെ ഉന്നം വെച്ചിട്ട് അവിടുന്ന് കാറിൽ കയറി പോകുന്നു. ഈ സമയത്ത് നളിനിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ സദാനന്ദൻ നോക്കിയിട്ട് നിത്യയോട് പറഞ്ഞു, മോള് വാ. അങ്ങനെ നിത്യയും വിളിച്ചു അകത്തേക്ക് സദാനന്ദൻ കയറിപ്പോയി. ഈ സമയത്ത് വിമലാകെ വിഷമത്തോടെ നളിനിയെ വിളിച്ചു, അമ്മേ. ഉടനെ തന്നെ സദാനന്ദനും നിത്യയും അകത്തേക്ക് പോകുന്നത് കണ്ട ഉടനെ നളിനി അകത്തേക്ക് കയറി വന്നു. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, ഈ വിവാഹം ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ടും, അത് ചേരുവെങ്കിൽ എൻ്റെ മോളുടെ ജീവിതമാണ്. അതിന് ഇനിയും ഞാൻ വെറുതെ ആരുമായിട്ട് യാതൊരു രീതിയിലും പന്ത് തട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം വേണം. അതിന് എന്തും നഷ്ടപ്പെടുത്താനും എന്ത് ബന്ധം വേണ്ടെന്ന് വെക്കാനും അതിന് എത്ര വലിയ ബന്ധമാണെങ്കിലും അത് വേണ്ടെന്ന് വെക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നളിനി വലിയ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് വേഗം ആ സെറ്റിയിലേക്ക് ചെന്നങ്ങിരുന്നു. എന്നിട്ട് നളിനി പറഞ്ഞു, എന്നാലേ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഭാര്യ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിലായിരുന്നപ്പോ തലയ്ക്ക് കൈയും കൊടുത്തുകൊണ്ട് ഞാനിനി എന്ത് ചെയ്യും നളിനി എന്ന് ചോദിച്ച് എന്റെ മുന്നിൽ നിങ്ങൾ ഇരുന്നു ഒരു ദിവസം, ഓർമ്മയുണ്ടോ? അന്ന് ആ ഹോസ്പിറ്റൽ വരാന്തയിൽ അന്ന് നിങ്ങൾക്ക് മുന്നിൽ സഹായത്തിന് ഈ നളിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ ബന്ധുവായിട്ടും ഈ നളിനി മാത്രം. അന്ന് ഞാൻ ചെലവാക്കിയ പണത്തിന്റെ ചെലവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതിന്റെ കണക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചത് എന്ന് നളിനി വേഗം തന്നെ സദാനന്ദനോട് അന്വേഷിച്ചു. സദാനന്ദൻ ആ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ നിത്യയെ നോക്കുമ്പോ രണ്ടുപേരും എന്താ നളിനി പറഞ്ഞു വരുന്നതെന്ന് സംശയത്തോടെ നോക്കിയിരുന്നു. ഉടനെ തന്നെ നളിനി പറഞ്ഞു, എന്നാലേ എനിക്കറിയാം, 36 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഞാൻ ആ തുക അന്ന് ചെലവാക്കിയത്. ആ തുക മുഴുവൻ ഇപ്പോ എനിക്ക് തിരികെ കിട്ടണം. അതിന് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് സമയം തരാം. നാളെ രാവിലെ വീണ്ടും ഞാൻ ഇവിടെ വരും. കൃത്യമായ കണക്ക് ഞാൻ അപ്പോൾ പറയാം. ആ പണം എനിക്ക് തിരികെ തരണം. അല്ല എങ്കിൽ ഈ വീടും ഈ പറമ്പും എല്ലാം എൻ്റെ പേരിൽ നിങ്ങൾ എഴുതി തന്ന അപ്പനും മോളും ഈ വഴിയിലിറങ്ങി തെണ്ടിക്കൂ. അതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോ നാളെ തന്നെ ഒന്നുകിൽ എൻ്റെ പണം എനിക്ക് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഈ പണത്തിൻ്റെതായ ഈ സ്ഥലവും പറമ്പും, മനസ്സിലായോ എന്ന് പറഞ്ഞ് നളിനി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും നിത്യ ചോദിച്ചു, അപ്പച്ചി എന്ന് വിളിച്ചിട്ടും അതെ, ഇത്ര പെട്ടെന്നോ എന്ന് നിത്യ ചോദിച്ചിട്ടും അതേടി, ഉടനെ തന്നെ എനിക്ക് വേണം. നിനക്കൊക്കെ സഹായത്തിന് മാത്രം ഈ അപ്പച്ചി പോരല്ലോ, നീയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം തിരിച്ചു തരാൻ നിങ്ങൾക്കാകുമോ എന്ന് ഞാൻ നോക്കട്ടെ
എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ, മകളെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതും മറ്റ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതുമൊക്കെ എന്ന് പറഞ്ഞ് നളിനി അച്ഛനും മോളും അത് ശരിക്കും ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞ് വിമലിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നളിനി പോകുന്നു. നളിനി പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തിലായി സദാനന്ദൻ. ഉടനെ തന്നെ നിത്യ അരികിലേക്ക് എത്തി ചോദിച്ചു, അച്ഛാ ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛാ എന്ന് ചോദിച്ചതും സദാനന്ദൻ പറഞ്ഞു, അവള് അന്ന് പണം ചെലവാക്കിയെന്ന സത്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അവൾ ഇത്രത്തോളം ഓരോ രൂപയ്ക്കും ശരിക്കും അവൾ കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. ഇത്രയും വലിയ തുക അതിപ്പോ നമ്മൾ എവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്? ആകെ ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത് ഈ വീടും പറമ്പും വിൽക്കുക, അത് മാത്രമേ അച്ഛൻ ഇനി നിവൃത്തിയുള്ളൂ എന്ന് പറയുമ്പോ ഉടനെ നിത്യ ചോദിച്ചു, അച്ഛാ അച്ഛനെ കൊണ്ട് അതിന് സാധിക്കുമോ? അച്ഛൻ പലപ്പോഴും പറയാറില്ലേ, ഈ വീട്ടിലെല്ലായിടത്തും പല സ്ഥലത്തും അമ്മയുടെ സാന്നിധ്യമുണ്ട്, അമ്മയുടെ ഗന്ധമുണ്ട്, അമ്മ ഇവിടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണെന്ന്. അങ്ങനെയുള്ള ഈ വീട് അച്ഛന് വിൽക്കാനാവുമോ എന്ന് നിത്യ വേഗം സദാനന്ദനോട് അന്വേഷിച്ചു. അത് വേണ്ടച്ചാ, അത് വേണ്ട എന്ന് പറഞ്ഞ് നിത്യ സങ്കടപ്പെടുമ്പോൾ സദാനന്ദൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യും മോളെ, നമുക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് സദാനന്ദൻ അവിടെ നിന്ന് പോകുന്നു. നിത്യ ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ നിത്യ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തുന്നു. അവിടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി പച്ചക്കറി വിൽക്കുവാനായിട്ട് അവിടെ മാർക്കറ്റിലേക്ക് എത്തി. തന്റെ സ്കൂട്ടിയിൽ കൊണ്ടുവന്ന പച്ചക്കറികളും പഴക്കൊലയും എല്ലാം അവിടുത്തെ കടക്കാർക്ക് കൊടുക്കുന്നതിനിടയിൽ അവരോട് ചില കുശലങ്ങളൊക്കെ പറഞ്ഞ് ഹരി അങ്ങനെ നിന്നു. പച്ചക്കറി ഇപ്പോ എല്ലാവർക്കും നാടൻ പച്ചക്കറി തന്നെ മതിയെന്നും പുറത്തുനിന്ന് കൊണ്ടിരുന്നൊന്നും വേണ്ട, ആളുകൾ പ്രത്യേകിച്ച് നാടൻ പച്ചക്കറി ചോദിച്ചാ വാങ്ങിക്കുന്നതെന്ന് അതിലൊരു കടക്കാരൻ പറയുമ്പോ ഹരി പറഞ്ഞു, ഇപ്പോ ആളുകൾക്കൊക്കെ കൃഷി ഇറക്കാൻ ഭയങ്കര മടിയാണ്, അത് മാത്രമല്ല പാടത്തിറങ്ങി ജോലി ചെയ്യാനും മടിയാണ് എന്ന് ഹരി അറിയിച്ചു. ഉടനെ ഹരി കൊണ്ടുവന്ന് കൊടുത്ത പച്ചക്കറിക്കൊക്കെ കണക്ക് നോക്കിയിട്ട് ഹരി പറഞ്ഞു, എന്തായാലും നീ രൂപ എടുത്തു വെച്ചേക്ക്, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ നോട്ട്ബുക്കിൽ വേഗം തന്നെ താൻ കൊടുത്ത പച്ചക്കറികളുടെ വില വിവരങ്ങൾ എഴുതുന്ന സമയത്ത് ഹരി എഴുതി മാഗസിനിൽ അയച്ചു കൊടുക്കാനായി വെച്ച ആ കവിത തന്റെ പോക്കറ്റിൽ നിന്ന് നോട്ട്ബുക്ക് എടുത്ത സമയത്ത് താഴേക്ക് പോകുന്നു. ഈ സമയത്ത് ആ കവിത കൃത്യമായി തന്നെ അവിടുത്തെ ഉള്ളിച്ചാക്കിന്റെ മുകളിൽ ചെന്ന് വീണു. അതറിയാതെ ഹരി തന്റെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ഞാൻ ഇപ്പൊ വരാം, ഒന്ന് കറങ്ങിയിട്ട് വരാമടാ എന്ന് പറഞ്ഞ് ഹരി പോകുന്ന സമയത്ത് നിത്യ ഉള്ളി വാങ്ങിക്കുവാനായി അവിടേക്ക് എത്തി. ചാക്കിൽ നിന്ന് ഉള്ളി എടുത്ത് പാത്രത്തിലേക്ക് ഇടുന്ന സമയത്ത് ഹരി എഴുതി വെച്ചിരുന്ന ആ കവിതയുടെ പേപ്പർ കൃത്യമായി തന്നെ ആ ഉള്ളിക്കകത്ത് പെട്ടുപോകുന്നു. അവസാനം അതറിയാതെ നിത്യ ഉള്ളിയും ഹരിയുടെ ആ കവിതയുമായി നേരെ അവിടെ നിന്ന് മടങ്ങി. തിരിച്ച് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഹരിക്ക് പെട്ടെന്നൊരു കോള് വരുന്നു. അങ്ങനെ ഹരി കോൾ എടുത്തതിന് ശേഷം താൻ എഴുതിക്കൊണ്ടു വന്ന കവിത കൃത്യമായി പോസ്റ്റ് ചെയ്യാനായി ആ തപാൽ ഓഫീസിലേക്ക് എത്തിയ സമയത്ത് എല്ലാ കാര്യങ്ങളും കവർ ലെറ്ററും എല്ലാം എഴുതി ഹരി അതിനകത്തേക്ക് തന്റെ കവിത എടുത്തു വെക്കാൻ പോക്കറ്റിലേക്ക് നോക്കിയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ കാണാനില്ല എന്ന് ഹരി മനസ്സിലാക്കിയത്. താൻ എടുത്തു വെച്ചിരുന്ന ആ കവിത അത് പിന്നെ എവിടെ പോയി, താൻ എഴുതിയ പേപ്പർ എവിടെ പോയി എന്ന് അവിടെ എല്ലായിടത്തും ഹരി പരതുന്നു. പക്ഷെ ഹരിക്ക് അത് കണ്ടെത്താനും കഴിഞ്ഞില്ല. ഈ സമയത്ത് സുജാത നിത്യയുടെയും ജീവന്റെയും ഗ്രഹനില രണ്ടും വീട്ടിലെ പൂജാമറിക്ക് മുന്നിലേക്ക് എത്തി അവിടെ പ്രാർത്ഥനയോടെ നിന്ന് എന്റെ മക്കളെ ഒന്നിപ്പിക്കണമെന്നും അവരെ എന്റെ മുന്നിൽ എത്തിച്ചതുപോലെ തന്നെ അവർക്ക് തുടർന്നും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ദേവി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥനയോടെ കയ്യിലിരുന്ന ഗ്രഹനില രണ്ടും ആ പൂജാമുറിയുടെ വിളക്കിന് മുന്നിൽ സുജാത വെച്ചിട്ട് മടങ്ങുന്നു. അങ്ങനെ സുജാത അത് അവിടേക്ക് വെച്ച് ആ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ നിമിഷം തന്നെ അവിടെ തെളിഞ്ഞു കത്തിയ ആ നിലവിളക്ക് കെട്ടുപോകുന്നു. അങ്ങനെ ഒരു ദുസൂചന അവിടെയും ആ കൃത്യസമയത്ത് പ്രകടമായി. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ നിത്യ താൻ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയെല്ലാം തിരഞ്ഞു വെക്കുന്ന സമയത്താണ് ഉള്ളി എടുത്ത് മുറത്തിലേക്ക് ഇട്ടപ്പോഴേക്കും അതിൽ നിന്ന് ഒരു ലെറ്റർ നിത്യ കണ്ടത്. ഇതെന്തായിരിക്കും എന്ന സംശയത്തോടെ നിത്യ അത് എടുത്തു നോക്കി. അപ്പോൾ അത് തുറന്നു നോക്കിയതും അതിൽ മധുര നമ്പരക്കാറ്റ് എന്ന ഒരു ഹെഡിങ്ങോടെ മനോഹരമായ ഒരു കവിത അതിൽ എഴുതിയിരിക്കുന്നത് നിത്യ കണ്ടു. അത് വായിക്കാനായി തുടങ്ങുമ്പോഴേക്കും നിത്യ ആ കവിത വായിക്കുമ്പോഴേക്കും പെട്ടെന്ന് വലിയൊരു കാറ്റ് അവിടേക്ക് വീശി.
അത് പേപ്പർ വല്ലാതെ ഇട്ട് ഒലയ്ക്കുന്നത് കണ്ട് നിത്യ ഇതെന്തായിരിക്കുമെന്ന് നോക്കിയിരിക്കുമ്പോഴേക്കും പുറത്തു നിന്ന് നളിനിയുടെ ശബ്ദം കേട്ടു. ഇവിടെ ആരുമില്ലേ എന്ന നളിനി വലിയ വിളിച്ചു ചോദിക്കുന്നത് കേട്ട് ആകെ ഭയത്തോടെ നിത്യ ആ കവിത മടക്കി അവിടെ തന്നെ വെച്ചതിന് ശേഷം നേരെ അച്ഛന്റെ അരികിലേക്ക് എത്തുന്നു. സദാനന്ദനും ഇനി എന്തിനായിരിക്കും നളിനി വന്ന് പ്രശ്നമുണ്ടാക്കാൻ എത്തിയതാണോ എന്ന ആശങ്കയോടെ നിത്യയെ നോക്കിയിട്ട് ഇരുവരും കൂടി നേരെ പുറത്തേക്ക് പോകാനെത്തി. അപ്പോഴേക്കും സദാനന്ദനും നിത്യയും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് പുറത്ത് സെറ്റിയിൽ വന്നിരിക്കുന്ന നളിനി തനിക്ക് വന്ന ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. എടാ, കയ്യിൽ നിന്ന് പണം മേടിക്കുമ്പോൾ തല ചൊറിഞ്ഞൊക്കെ ഓരോരുത്തരും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ മുന്നിൽ നിൽക്കും. പിന്നീട് വാങ്ങിയ പണം തിരിച്ചു ചോദിച്ച് ചെല്ലുമ്പോഴാണ് എല്ലാത്തിനെയും തനിനിറം കാണുന്നത്. അതുകൊണ്ട് ഒന്നിനെയും വെറുതെ വിടണ്ട, ശരിക്കും വിരട്ടിക്കോ, പിന്നെ വലിയ ദേഹോപദ്രവം ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് നളിനി ഉപദേശവും കൊടുത്തു. അപ്പോഴാണ് സദാനന്ദനും നിത്യയും മുന്നിലേക്ക് എത്തിയത്. ഉടനെ നളിനി പറഞ്ഞു, അതെ, എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ മക്കളാണേ അവന്മാര്. ഈ പണത്തിന്റെ ഇടപാടാ. അവന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച ആള് തിരിച്ചു കൊടുക്കാൻ മടി കാണിച്ചു. അപ്പോ എന്നോട് വിളിച്ച് ചോദിച്ചതാ എന്താ ചെയ്യേണ്ടതെന്ന്. 2 കൊടുക്കണമെന്ന് വെച്ചാലേ അതിനും തന്റെ ഇടവും ധൈര്യവും അതിനു വേണ്ടിയുള്ള ശക്തിയും ഒക്കെയുള്ള ആളുകളാണ് അവന്മാര്. അതുകൊണ്ട് തന്നെ ഞാൻ അവന്മാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. പിന്നെ കുരുത്തമുള്ളവന്മാരാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് ചെയ്യാൻ പോയാലും അവന്മാർ ആദ്യം തന്നെ എന്നെ വിളിച്ച് അനുവാദവും അതിന്റെ വേണ്ട ഉപദേശവും സ്വീകരിക്കും. അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അവന്മാരിവിടെ പാഞ്ഞെത്തുകയും ചെയ്യും. അല്ല, അതൊക്കെ പോട്ടെ, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നുപോയല്ലോ. അല്ല, എന്തായി അച്ഛനും മകളും ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം ചെയ്തോ? പണം തരാനോ ഒക്കെ റെഡിയാക്കി വെച്ചോ എന്ന് ചോദിച്ചിരും. സദാനന്ദൻ വേഗം തല കുനിച്ചു നിന്നു. ഇത് കണ്ടതോടെ നളിനി വേഗം അരികിലേക്ക് വന്നു ചോദിച്ചു, എന്താടി നിത്യേ, നിന്റെ അച്ഛന്റെ തല ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞങ്ങ് പോകുന്നു എന്ന് ചോദിച്ചതും ഉടനെ ഒന്നും മിണ്ടാനാകാതെ സദാനന്ദൻ അങ്ങ് നിൽക്കുമ്പോഴേക്കും നളിനി അരികിലേക്ക് വന്ന് ചോദിച്ചു, അതെ, നിങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞപ്പോ എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? അങ്ങ് ആകാശം മുട്ടിയായിരുന്നല്ലോ നിങ്ങളുടെ മകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പണം ഉണ്ടല്ലോ, അതിന്റെ പലിശ കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഒരു 10 ജന്മം നിങ്ങൾ ശ്രമിച്ചാലും എനിക്ക് തരാനുള്ള പണം നിങ്ങൾക്ക് തന്നു തീർക്കാൻ കഴിയില്ല. മനസ്സിലായോ? എന്തായാലും ഇതിനൊരു തീരുമാനം ഞാനൊന്നും ഉണ്ടാക്കാതെ പോവില്ല. നിങ്ങളുടെ ഈ വീടും പറമ്പും അല്ലെങ്കിൽ എനിക്കിങ്ങ് തന്നേക്ക്, അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് അച്ഛനും മോളും ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് നടന്നോ. അത് കേട്ടതും സദാനന്ദനാകെ വിഷമത്തോടെ നിത്യ നോക്കി. നിത്യ സങ്കടത്തോടെ അച്ഛ എന്ന് വിളിക്കുമ്പോ നളിനി പറഞ്ഞു, ഇന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഈ നളിനി ഇവിടെ നിന്ന് പോകില്ല, മനസ്സിലായോ എന്ന് പറയുമ്പോ നിത്യ ആകെ വിഷമത്തിലായി. ഉടനെ തന്നെ നിത്യ എന്ത് ചെയ്യണമെന്നറിയാറാകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഹരി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോ വാതുക്കെ ഒരു കാറിൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് വന്ന് നിൽക്കുന്നത് കണ്ടത്. ഓരോരുത്തരും അപ്പുറത്ത് മാറി, 2 പേർ അപ്പുറത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും 2 പേരും കൂടി മാറി നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കണം. മറ്റൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി മാറി നിന്ന് പുകവലിക്കുകയും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടേക്ക് ഹരി വന്നതുപോലും അറിയാതെ അവരവരുടെ ലോകത്ത് അങ്ങനെ മുഴുകി നിൽക്കുമ്പോ ഉടനെ വീണ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. വേഗം കാറിൽ കയറി വീണ പോകാൻ തുടങ്ങുന്നത് കണ്ട് ഹരി വിളിച്ചു, മീനെ, നീ എങ്ങോട്ടായി പോകുന്നത്? ഉടനെ വീണ പറഞ്ഞു, അതിപ്പോ തന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞതിന് ശേഷം വേഗം ഡോറ് തുറന്ന് കാറിലേക്ക് കയറാനായി ഒരുങ്ങുമ്പോ ഹരി ആകെ വിധേനയുമായി വീണയെ നോക്കി. ഈ സമയത്ത് വീണയുടെ കൂടെ പോകാനായി വന്ന ആ ആൺകുട്ടികളും പെൺകുട്ടികളും വേഗം കാറിലേക്ക് കയറുകയും എല്ലാവരും വളരെ ജോളിയായി പോകുന്നു. ഈ കാഴ്ച കണ്ടതോടെ ഹരി ആകെ വിഷമത്തിൽ നിന്നു. ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്ന ഹരിയെ കണ്ടിട്ട് അമ്മാവൻ പറഞ്ഞു, മോനെ, നീ കണ്ടില്ലേ അവളുടെ ഓരോ പരിപാടികള്? അപ്പോഴേക്കും ഹരി ചോദിച്ചു, അല്ലച്ചാ, അതൊക്കെ ആരാ? വീണയുടെ ഫ്രണ്ട്സ് ആണോ അമ്മാവ എന്ന് ചോദിച്ചതും ഉടനെ അമ്മാവൻ പറഞ്ഞു, അതെ, അവളുടെ കൂട്ടുകാരാണ്. ആ പെൺപിള്ളേരാണെങ്കിലോ ആകെ വഷളന്മാര്. ഞാന് കുറച്ചു മുമ്പ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതിലൊരു പെങ്കൊച്ച് മാറി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടിട്ട് യാതൊരു മര്യാദയും ഇല്ലാതെ അവൾ വലിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. സാധാരണ പെങ്കൊച്ചെന്നെങ്കിൽ പോട്ടെ, എങ്കിലും മുതിർന്ന ഒരാൾ അരികിലേക്ക് വരുമ്പോ അതൊന്ന് എടുത്ത് മാറ്റി ഒതുക്കി പിടിക്കെങ്കിലും ചെയ്യാറില്ലേ, അതുപോലും ഇല്ല എന്ന് പറഞ്ഞത് ഹരി പറഞ്ഞു, അമ്മാവ, ഈ കൂട്ടുകെട്ട് ശരിയല്ല കേട്ടോ. വീണയുടെ കൂട്ടുകാരും തന്നെ ശരിയല്ല. അതുകൊണ്ട് അവളെ ഏത് വിധേനയും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അവൾ അതൊന്നും കേൾക്കില്ല. എന്നെ എപ്പോഴും ശത്രുവായിട്ടാണല്ലോ അവൾ കാണുന്നത് എന്ന് ഹരി അറിയിച്ചു. ഉടനെ അമ്മാവൻ പറഞ്ഞു, അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അമ്മയില്ലാത്ത കുറവ് ഞാൻ അറിയിച്ചില്ല. അത് അവൾക്കൊരു ഭാഗ്യമായി. അവൾക്ക് ഒരു കിട്ടിയൊരു അവസരമായി അവൾ മുതലെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ്
വേഗം വിഷമത്തോടെ അമ്മാവൻ നേരെ ഹരിയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് അവളെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല. എന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ നീ എനിക്കുണ്ടല്ലോ. നിന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ എന്ന് ഹരിയുടെ അരികിൽ വന്ന് ഹരിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അമ്മാവൻ പോകുമ്പോ ഹരിയും ആകെ സങ്കടത്തിലായി. ആ സമയത്ത് സദാനന്ദനോട് വീണ്ടും നളിനി പണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെ, നിങ്ങൾക്ക് ഒരു തീരുമാനം വേഗം പറയണം എന്ന് പറഞ്ഞതും ഉടനെ സദാനന്ദൻ പറഞ്ഞു, എന്റെ നളിനി, ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്പം കൂടി സമയം നീ എനിക്കിതാ. ഉടനെ നളിനി പറഞ്ഞു, ഇനി ഒരു സമയവുമില്ല എന്ന് പറയുമ്പോ വിമൽ വേഗം തന്നെ ആ വാതുക്കലേക്ക് ഓടിയെത്തി. വിമല് വരുന്നത് കണ്ട് നളിനി പറഞ്ഞു, ഒന്ന് വേഗം വാടാ ഇങ്ങോട്ട്. കിട്ടിയോ എന്ന് ചോദിച്ചിട്ടും വിമല് തന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നേരെ നളിനിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ആ മതി, ഇത് മതി, ഇതേ നമ്മൾ തമ്മിലുള്ള ഒരു കരാറാണ് എന്ന് പറഞ്ഞ് നളിനിയെ സദാനന്ദനെ കാണിച്ചു. ഉടനെ സദാനന്ദൻ ചോദിച്ചു, എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അതെ, ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നോ? അതെ, മരിച്ചു കിടക്കുമ്പോഴേ നിങ്ങളുടെ തലയ്ക്കൽ വെച്ച് വായിക്കാനുള്ള രാമായണം. അല്ല പിന്നെ, നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. ഈ സ്വത്ത്, അതായത് ഈ വീടും ഈ പറമ്പും ഈ പുരയിടവും ഒക്കെ എന്റെ പേരിൽ നിങ്ങൾ ഇങ്ങ് എഴുതി തരുന്നു. അതിനു വേണ്ടിയുള്ളതാണ് ഈ പേപ്പർ. ഇത് ഞാൻ കാലയെ കൂട്ടി ചെയ്തു വെച്ചിരുന്നതാ. അതുകൊണ്ട് തൽക്കാലം ഇത് എന്റെ പേരിൽ ഇങ്ങ് എഴുതി തന്നിട്ട് ഈ പേപ്പറിൽ അങ്ങ് ഒപ്പിട്ടിട്ട് അപ്പനും മോളും ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു, അതാ നല്ലത് എന്ന് പറഞ്ഞതും ഉടനെ സദാനന്ദൻ പറഞ്ഞു, നളിനി, നീ ഇതുപോലെ ഒരു കൊലച്ചതി ചെയ്യരുത് എന്ന് പറഞ്ഞതും ഉടനെ സദാനന്ദനോട് നളിനി പറഞ്ഞു, ഞാനേ നിങ്ങളോട് എന്താ ചോദിച്ചത്? നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് പറ്റത്തില്ല അല്ലെ? അങ്ങനെ വരുമ്പോ നിങ്ങള് ഇതിനുള്ള പരിഹാരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. മര്യാദയ്ക്ക് ഇതിലൊപ്പിട്ടോ, അതാ നിങ്ങൾക്ക് നല്ലത്. ഇനി എന്നെ കൊണ്ട് ബലപ്രയോഗം നടത്താനാണോ നോക്കുന്നത്? നിങ്ങൾ ഇവിടെ കിടന്ന് ബലം പിടിച്ച് ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടാനാണ് നിങ്ങളുടെ ഭാവം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെയുള്ള ആളുകൾ അല്ലാതെ എനിക്കും അറിയാവുന്ന ആളുകൾ വേറെയുണ്ട്. അവരെ ഞാൻ വിളിച്ചു വരുത്തിയാലുണ്ടല്ലോ, അങ്ങ് ആകാശം മുട്ടെ ഉയർത്തി നിങ്ങൾ നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അഭിമാനമൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെ ഇവിടെ വെച്ച് തന്നെ അഴിഞ്ഞു വീഴുന്നത് നിങ്ങൾ കാണേണ്ടി വരും. എന്താ, അത് വേണോ എന്ന് ചോദിച്ചിട്ടും സദാനന്ദൻ പറഞ്ഞു, അയ്യോ വേണ്ട, എന്നെ മോളെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞ് സദാനന്ദൻ തന്റെ മുന്നിലേക്ക് വെച്ച ആ പേപ്പറിൽ താൻ സൈൻ ചെയ്യേണ്ടടത്തേക്ക് പേനയും കയ്യിലെടുത്ത് ഒപ്പിടാൻ ഒരുങ്ങുമ്പോഴേക്കും നളിനി വലിയ സന്തോഷത്തോടെ കാത്തുന്നു. അതാ ഇവിടെ 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 ഒപ്പിട് എന്ന് പറഞ്ഞ് സദാനന്ദനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഒരുങ്ങുമ്പോ പെട്ടെന്ന് അകത്ത് നിന്ന് അച്ഛാ വേണ്ട എന്ന് പറഞ്ഞു. ആ വിളി കേട്ടതും എന്താണെന്നറിയാതെ എല്ലാവരും പിന്നിലേക്ക് നോക്കുമ്പോ നിത്യ വേഗം തന്നെ പുറത്തേക്ക് ഓടിയെത്തി. സദാനന്ദൻ എടുത്തു വെച്ച ആ പേപ്പർ നോക്കിയിട്ട് വേഗം തന്നെ നിത്യ അരികിലേക്ക് വന്ന് സദാനന്ദ കയ്യിൽ നിന്ന് ആ പേപ്പർ നിത്യ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അത് തുരുതുര കയ്യിൽ വെച്ച് തന്നെ കഷ്ണം കഷ്ണമായി വലിച്ചു കയറി. ഇത് കണ്ട ഉടനെ തന്നെ നളിനി ദേഷ്യപ്പെട്ടു, എടീ നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പോഴേക്കും നിത്യ ചോദിച്ചു, അപ്പച്ചിക്ക് എന്താ വേണ്ടത്? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ. സമ്മതമാണ് സമ്മതമാണ് എന്ന് പറഞ്ഞ് നിത്യ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി അങ്ങനെ സമ്മതമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സദാനന്ദനും സങ്കടത്തോടെ മകളെ നോക്കുന്നു. ഈ സമയത്ത് സുജാത തന്റെ മകനുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്റെ മരുമകളായി നിത്യ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് സുജാതയും ഇരിക്കുന്നു.